ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രക്കി സ്റ്റോറീസ്. അപ്പോൾ വിഷു റിലീസായിട്ട് വിടാമുയർച്ചയ്ക്ക് ശേഷം നമ്മുടെ തല സ്വന്തം അജിത്തിന്റെ പുതിയ പടം ഗുഡ് ബാഡ് അഗ്ലി കണ്ടിറങ്ങിയതാണ്. അതെ, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ എത്രത്തോളം ഒന്ന് കാണാൻ പറ്റുന്ന അറിയില്ല. പരമാവധി കാണാൻ പറ്റുന്ന സിനിമകളൊക്കെ കണ്ട് നമ്മൾ ഇന്ന് റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിക്ക് വരുമ്പോൾ മാർക്കാനിന്റെ ഡയറക്ടർ അദിക് രവിചന്ദ്രൻ, അത് തന്നെയാണ് ഈ പടത്തിന്റെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. കാരണം മാർക്കാനിനെ പോലൊരു സിനിമ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം, ഒരിക്കലും നമ്മുടെ ചിന്തേനെ അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റിനെ ബാധിക്കുന്ന ഒരു സംഭവമായിരിക്കില്ല സ്ക്രിപ്റ്റും പെർഫോമൻസും. അതിനും ഗാങ്സ്റ്റർ തീമില് എന്നാ കോമഡി ഒക്കെ അതിന്റെ ഇടയിൽ ട്രെയിൻ ട്രാവൽ കൂടെ ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു ഇത്. സെയിം തന്നെ പറയേണ്ടി വരും, ടൈം ട്രാവൽ ഇല്ല എന്നുള്ളൂ. ഗാങ്സ്റ്ററിലെ എക്സ്ട്രീം ലെവലാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അജിത്ത് എന്നൊക്കെ പറയുന്നത് സ്ക്രീനില് പ്രസൻസ്, അജിത്തിന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് തന്നെ അജിത്തിന് ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് നമ്മൾ ലാലേട്ടനൊക്കെ സ്ക്രീനിൽ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഫീലാണ്. ഞാനൊക്കെ അജിത്തിന്റെ സിനിമ കാണാൻ എനിക്ക് അത്രയും ഇഷ്ടമാണ് അജിത്തിനെ. അജിത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ സിനിമ ഭയങ്കര വലിയൊരു ട്രീറ്റ് ആയിരിക്കും. കാരണം അങ്ങനെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് അജിത്തിനെ. ഗാങ്സ്റ്റർ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് സൗണ്ട് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ മൂവി ആയിട്ടാണ് ഗുഡ് ബാഡ് അഗ്ലിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു നിമിഷം പോലും നമുക്ക് വേറെ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിനെ പറ്റി ചിന്തിക്കാനോ അതിന്റെ എന്താ പറയുക ലോജിക്കിനെ പറ്റി ചിന്തിക്കാനോ ഒന്നും നിൽക്കാതെ തന്നെ കിഡിലനായിട്ടുള്ള ഒരു അനുഭവം തന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഞാനും ഒരു അജിത് ഫാനൊന്നല്ല, പക്ഷെ എനിക്ക് വിടാമുയർച്ചനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം കാണുമ്പോൾ ഈ പറയും പോലെ ഇൻട്രോ സീനായാലും അജിത്തിനെ കാണിക്കുന്ന ഓരോ സീൻസിലും വരുന്ന പിന്നെ കൂടുതൽ നമ്മൾ കൂടെ കണ്ടിരുന്നവർ കൂടുതൽ തമിഴന്മാരായിരുന്നു ഓഡിയൻസ് ആയിട്ട്. അതെ, ഓർത്താണ് ഏറ്റവും ഈ പടത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വൈബ് എന്ന് പറയുന്നത്. കാരണം തിയേറ്റേഴ്സ് വളരെ കുറവാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആകെ ഐനോക്സിലും ശോഭ ഐനോക്സിലും പിന്നെ ഇവിടെ ശിവദത്തിൽ മാത്രം നമ്മൾ ശിവദത്തിൽ സിനിമ കണ്ടത്. അത് നമ്മുടെ മലയാള സിനിമ തന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുള്ളത് തന്നെ സ്ക്രീൻസ് വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. ഏത് പടം കണ്ടിട്ടോ എന്താണെങ്കിലും വേണ്ടിയില്ല ഈ സിനിമ എന്തായാലും അജിത്തിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ തമിഴ് പടം ഭയങ്കര വൈബായിട്ടുള്ള ഒരു സൗണ്ട് ആയിട്ടുള്ള ഒരു സിനിമ, വളരെ കളർ ചെയ്തിട്ടുള്ള ഒരു സിനിമ. അതെ, മാർക്കാനിന് കണ്ടിട്ടുള്ള പോലെ തന്നെ കളർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ, സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ് അതിന്റെയൊക്കെ വരാൻ നമുക്ക്. അപ്പോ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് സിനിമയുടെ കഥയിലേക്ക് പോകാം. ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഇതില് മ്യൂസിക് തന്നെയാണ് എടുത്ത് പറയാനുള്ള ഒരു കാര്യം. ജി വി പ്രകാശ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജി പ്രകാശ്. ഇതിലെങ്ങനെയാ ഇതിൽ ഒരുപാട് പഴയ സോങ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വിന്റേജ് സോങ്സ് ആണ്, വിന്റേജ് സോങ്സ് അജിത്തിന്റെ കുറെ സീക്വൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ വർക്ക് യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. കാരണം അജിത്തിനെ വിന്റേജ് അജിത്തായിട്ട് കാണിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ട്രിക്കൊക്കെ കിട്ടില്ല മേടിയാണ്. ഒറിജിനൽ ആയിട്ട് ഇതിൽ ഏതാ അജിത്ത്, ഇപ്പോഴത്തെ അജിത്ത് ഏതാണ് പഴയത് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിച്ചു വന്നപ്പോഴും നമ്മുടെ പഴയ അജിത്തിനെ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ടും ചില സീനുകൾ സാധിച്ചിട്ടുണ്ട്. അപ്പൊ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോ കൂടുതലും പടത്തിൽ ഒരുപാട് പാട്ടുകൾ വരുന്നതും പഴയ പാട്ടുകളാണ്. കുറെ ഡപ്പാങ്കുത്ത് സോങ്സ് പോലത്തെ ഉണ്ട് ഓരോ ഫൈറ്റ് സീൻസിലൊക്കെ, അതൊക്കെ പുതിയ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ ഒരു കുറെ വിന്റേജ് സോങ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേസ് ചെയ്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്, രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെ, വിജിഎംസും അജിത്തിന്റെ തന്നെ കുറെ വിജിഎംസും എടുത്ത് കുത്തിക്കയറ്റിട്ടുണ്ട്. കൺഫ്യൂഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തമിഴ് പാട്ട് അറിയാത്തതുകൊണ്ട് ഇത് പഴയ പാട്ടാണ് ഇത് പുതിയ പാട്ടാണെന്നൊക്കെ ഡൗട്ട് വരുന്നുണ്ട്. ഒന്ന് രണ്ട് സോങ്സ് പുതിയത് ഇതിൽ ചെയ്തിട്ടുള്ള തന്നെയാണോ അത് പഴയത് എടുത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണോ നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല വൈബായിരുന്നു. പടത്തിനനുസരിച്ച് എല്ലാ മ്യൂസിക്കും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ട്. എല്ലാം. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് സിനിമാറ്റോഗ്രാഫി. അഭിനന്ദൻ രാമാനുജം. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള സിനിമ തന്നെയാണ്. കാരണം കൂടുതൽ ടൈമും ഈ കാർ ചേസും ഫൈറ്റും ഈ വെടിവെപ്പും സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്ന് ഇതിന്റെ വർക്ക് എടുക്കുക എന്ന് പറയുന്നത് ഓരോ എന്താ പറയുക ഒരു സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ച് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് നമുക്ക് സ്ക്രീനിൽ ഓരോ സീനും ആസ്വദിക്കാനായിട്ട് ക്യാമറ വർക്കിന് സാധിച്ചിട്ടുണ്ട്. എഡിറ്റർ വിജയ് വേലിക്കുട്ടി. കിട്ടില്ല പരിപാടി തന്നെയാണ് എഡിറ്റിംഗും. കാരണം ഈ ഒരു സിനിമ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ കട്ട്സ് ആണ്, ഫുൾ കട്ട്സ് ആണ് സിനിമയിൽ. അതായത് ഒരു ഒറ്റ ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു ലോങ് ഫ്രെയിം ഒന്നും സിനിമയിൽ കാണില്ല. ഒക്കെ കട്ട്സ് വെടിവെപ്പ് അത് ഇത് അതിന്റെ ഇടയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കിട്ടില്ല പരിപാടി തന്നെയാണ്. ആർട്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ എല്ലാം വളരെ ക്വാളിറ്റി വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെ, എല്ലാതും കൂടിയിട്ട് തന്നെയാണ് കമ്പയർ ചെയ്തിട്ട് തന്നെയാണ് സിനിമയുടെ ടോട്ടൽ ഔട്ട്പുട്ട് നമുക്ക് ഫീൽ ആവുക. ഒരുപാട് പേരുടെ പേര് കാസ്റ്റ് ആണല്ലോ, കാസ്റ്റ് ആണെങ്കിൽ ഒരുപാട് കാസ്റ്റ് ആണ്. അജിത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ അജിത്ത് തൃശ മെയിൻ ആയിട്ട് ജോഡിയായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ കാർത്തികേയൻ ഇപ്പൊ എമ്പുരാനിലും കൂടി നമ്മൾ കണ്ടതാണ്. സാലാറിലൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പം അഭിനയിച്ചിട്ടുള്ള ഈ പടം മുംബൈയിലും അതുപോലെ തന്നെ സ്പെയിനിലാണ്. ട്രെയിലറൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഒരു ഗാങ്സ്റ്റർ ആയിരുന്ന ഒരാള് ഫാമിലിക്ക് വേണ്ടി
അതെല്ലാം ഒഴിഞ്ഞ് ജയിലിലേക്ക് പോകാൻ തയ്യാറാവുന്നു. അതേ ഫാമിലിക്ക് വേണ്ടി വീണ്ടും ഗ്യാങ്സ്റ്റർ ആവേണ്ട ഒരു സാഹചര്യം. അതെ, അതൊരു ട്രെയിലർ കണ്ടിട്ടുള്ളതൊക്കെ മനസ്സിലാവും. അതിനെയാണ് തീം എന്നുള്ളത് നമുക്ക് ഓഫ് കോഴ്സ് അറിയാം സിനിമ കാണുന്നതിന് മുന്നേ തന്നെ. പക്ഷെ അത് ഇങ്ങനെ ഒരു രീതിയിൽ വളരെ ഇത്രയും മികവുറ്റ രീതിയിൽ തന്നെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അറിയായിരുന്നു സിനിമയുടെ ടോണൊക്കെ എന്തായാലും ഇതുപോലെ മാർക്കാനിനെ പോലെ ഒരു സിനിമ കണ്ടുകൊണ്ട് തന്നെ ആ പുള്ളിയുടെ ഒരു കാലിബർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൗണ്ട് ആയിട്ടുള്ള സിനിമ എടുക്കാനുള്ള ആളുടെ കാലിബർ നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. സോ ഇത് എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ടാണ് എനിക്കിപ്പോ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാസ്റ്റിലേക്ക് വരുമ്പോൾ പിന്നെയും കുറെ പേര് പറയാനുണ്ട്. ഒന്ന് നമ്മുടെ അജിത്, തൃഷ, കാർത്തികേയ ദേവ് കൂടാതെ പ്രഭു വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസന്ന, സുനിൽ, തെലുങ്ക് ആക്ടറായിട്ടുള്ള സുനിൽ പുള്ളി. ഇതിൽ വെറുതെ ആരും കാസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കാണുമ്പോൾ നമുക്ക് ഒരുപാട് തമിഴും അല്ലാത്തൊക്കെ ഒരുപാട് കാസ്റ്റും കുറെ ഇംഗ്ലീഷുകാരുണ്ട്, കുറെ സ്പാനിഷ് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ആരുടെ കാസ്റ്റും വെറുതെ വേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അർജുൻ ദാസ് ആണ് മെയിൻ ആയിട്ട് എഗെയിൻസ്റ്റ് ക്യാരക്ടർ ആയിട്ട് വരുന്നത്. അർജുൻ ദാസിന്റെ ക്യാരക്ടർ കിട്ടില്ല സാധനമാണ്. ആണ് ഇത്രയും നാൾ കാണാത്തൊരു അർജുൻ ദാസ് ആണെങ്കിലും നോർമലി കാണുന്ന ഒരു റൂഡായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വില്ലൻ ടൈപ്പ് അല്ല പുള്ളി. പക്ഷെ കുറച്ച് കോമിക് ആയിട്ടുള്ള എല്ലാം ഒരു കുറച്ച് കോമിക് ആണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. അത് ഈ ഡയറക്ടറുടെ പ്രത്യേകത തന്നെയാണ്. സ്ക്രിപ്റ്റും അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോ പിന്നെ അതിലെ ജാക്കി ഷെറോഫ്, അതുപോലെ തന്നെ പ്രിയ വാര്യര്, യോഗി ബാബു, കുറെ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ കുറെ ആക്ടേഴ്സ് വരുന്നുണ്ട്. മറ്റാള് വരുന്നടാ അവന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. മറ്റേ കോമഡി അല്ലേ, ഉഷാദുപ്പ് ഒക്കെ ഉണ്ട് പടത്തില്. ഉഷാദുപ്പ് ചെറിയ റോളിൽ വന്ന് പോകുന്നുണ്ട്. ആ പ്രത്യേക ടോണിൽ സംസാരിക്കുന്ന പുള്ളിയിലുള്ള പേര് കിട്ടുന്നത്. നമ്മുടെ ഡോക്ടറിലത്തെ ഇങ്ങനെ ഒരു മീശയൊക്കെ വെച്ച് കുറച്ച് മുടിയൊക്കെ വളർത്തിയിട്ടുള്ള അയാളുടെ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മള് അയാളെ കണ്ടപ്പോ വിചാരിച്ചു നശിപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജയിലറിലൊക്കെ വന്ന് നശിപ്പിച്ച പോലെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമുക്കൊരു നെൽസന്റെ മൂവീസിലേക്ക് കൂടുതലായിട്ട് ആളെ പേര് തമിഴ് സിനിമയില് അദ്ദേഹത്തിന് ഒരു പരിപാടി ഉണ്ട് ആ ജയിലിൽ വെച്ചിട്ടുള്ളത്. അതെന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യും. അത് നമ്മളെ എക്സ്പെക്ട് ചെയ്തൊരു സാധനമായിരുന്നു. അതൊരു കിടിലൻ പരിപാടി ആയിരുന്നു. അതുപോലെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ഒരു രീതിയിലും ഒരാളെയും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള കാസ്റ്റിനാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അത് ആ സിനിമയുടെ സ്റ്റോറിക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്നതിനനുസരിച്ച് തന്നെ വളരെ മികച്ച രീതിയിൽ എല്ലാവരും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഈ പടം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു കഥയും അതിന്റെ അങ്ങനത്തെ ഒന്നും വിചാരിച്ചിട്ട് ഗ്യാങ്സ്റ്റർ മൂവി അത്ര ഉള്ളൂ. ഒരു നോർമൽ ഒരു സ്റ്റോറി യൂഷ്വൽ ആയിട്ടുള്ള ഒരു മൂവി നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇതിൽ പെർഫോമൻസ് വൈസ് പിന്നെ ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്ത് പുതിയ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്യാങ്സ്റ്റർ മൂവീസിലാണെങ്കിലും ഫൈറ്റിലാണെങ്കിലും മറ്റേ ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ കൊറിയൻ മൂവീസ് അങ്ങനെയുള്ള മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സസ്പെൻസ് പറയുന്നില്ല. അങ്ങനത്തെ ഒരു കുറച്ച് ഒരു മുംബൈ ബേസ്ഡ് ഒരു ഗാങ്സ്റ്റർ ഒക്കെ നമുക്ക് കൺവിൻസിംഗ് ആണ്. പക്ഷെ സ്പെയിനിലും ഒരു ഗാങ്സ്റ്റർ ആവാനായിട്ട് ഒരാൾക്ക് എങ്ങനെ പറ്റും എന്നുള്ള ഒരു സ്റ്റോറി സിമ്പിൾ ആയിട്ട് 5 മിനിറ്റിൽ അവർ കൺവിൻസ് ചെയ്യുന്ന സാധനം ഗ്രാഫിക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഇപ്പൊ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത് അതിന്റെ ആസ്വാദന മികവിനെ ബാധിക്കും. കാരണം അത്രയും ഒരു 3 മെയിൻ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അത് രസമായിട്ടാണ് എങ്ങനെ അത്രയും വലിയ വേൾഡ് വൈഡ് ഗാങ്സ്റ്റർ ആയി എന്നുള്ള ഒരു എന്താ പറയുക റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാനായിട്ട് അതിൽ പറ്റുന്നതും അടിപൊളി പരിപാടി. അതാണ് ലോജിക്കലി ഭയങ്കരമായിട്ടുള്ളതും ചിന്തിക്കരുത്. ഇത് ഈ പടത്തിന്റെ രീതിയിൽ വെറുതെ 2-2.5 മണിക്കൂർ ഭയങ്കര എൻജോയ് ചെയ്യാനായിട്ട് ഒരു നിമിഷം പോലും ഒന്നിനെ പറ്റി ആലോചിക്കാതെ എൻജോയ് ചെയ്യാനായിട്ട് കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്തോളൂ, കണ്ടോളൂ. ഒരു എന്റർടൈനിങ് മൂവി തന്നെയാണ്. ഗുഡ് ബാഡ് അഗ്ലി. സോ പ്ലസ് യു എന്നാണ് പടത്തിന് പറയുന്നത്. പ്ലസ് യു എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. എന്നാലും ഈ ഒരു പടം കാണാനുള്ള ഒരു പടം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ബൈ ഫ്രം ട്രക്കി സ്റ്റോറീസ്.